ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഹല്ലേലൂയ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹെനോക്ക് വാക്ഡ് വിത്ത് ഗോഡ്. ഹാനോക്കിൻ്റെ ചെറിയ ഒരു ചിന്തയും റാപ്ചറിനോടനുബന്ധിച്ച് ഇതിൻ്റെ താരതമ്യവും എന്താണ് എന്നുള്ള കാര്യം വളരെ ചെറിയ മെസ്സേജായിട്ട് പറയാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത് ജനസിസ് ഉൽപ്പത്തി പുസ്തകം 5-ലാണ്. ജനസിസ് 5:21. ഉൽപ്പത്തി പുസ്തകം 5:21 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നമ്മൾ ആദ്യമായിട്ടൊരു മനുഷ്യൻ കാണാതാകുന്ന കാര്യം വേദപുസ്തകത്തിൽ കാണുന്നത് ഈ ഹാനോക്കിൻ്റെ ചരിത്രമാണ്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കർത്താവിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് 1 തെസ്സലോനിക്ക ലേഖനം 4:16-17 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട് ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പുതിയ നിയമത്തിൽ ഒരു കൂട്ടം ജനം അഥവാ ദൈവത്തിൻ്റെ കാന്തയായ സഭ ഹല്ലേലൂയ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ, ദൈവവചനത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഒരു ദിവസം കാണാതാകുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കാണുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. കർത്താവ് സ്വർഗത്തിൽ മിഡ് ഹെവനിൽ എന്താ സംഭവിക്കുന്നത്? ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഇത് 3 ഇവിടെ മിഡ് ഹെവനിൽ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ആദ്യം സംഭവിക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ, അന്നേരം ജീവനോട് നമ്മൾ രൂപാന്തരപ്പെടും. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മാർച്ചിങ്. 3 കാര്യം സ്വർഗത്തിലെ, 3 കാര്യം ഭൂമിയിൽ. 3 കാര്യം സ്വർഗത്തിൽ നടക്കുന്ന ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഇവിടെ മരിച്ചവർ, നമ്മെ വിട്ട് മുന്നമേ പോയവർ ഹല്ലേലൂയ അവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ നമ്മുടെ രൂപാന്തരം, പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മാർച്ചിങ്. അതാണ് 3 സംഭവങ്ങൾ. ഹല്ലേലൂയ. 3 സ്വർഗത്തിൽ നടക്കുമ്പോൾ 3 കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ബാക്ക് ടു ദ സബ്ജക്റ്റ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നമുക്കറിയാം, ദൈവം നീതിമാന്മാരെ ചേർക്കാനാണ് ദൈവം കടന്നു വരുന്നത്. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ഞാനിന്ന് ഓർപ്പിച്ച് ഈ ഷോർട്ട് മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ടു വാക്ക് വിത്ത് ഗോഡ് റിക്വയർസ് 5 തിങ്സ്. അത് നമുക്കറിയാം: റൈച്ചസ്നെസ്, ഫെയ്ത്ത് ഉണ്ടായിരിക്കണം, അപ്രൈറ്റ്നസ്, ഹ്യൂമിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്.
റൈച്ചസ്നെസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും നമ്മുടെ സെൽഫ് റൈച്ചസ്നെസ് ആണ്. അല്ല, വേദപുസ്തകം വളരെ അല്ലിയ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇറ്റ്സ് എൻ ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്. നമുക്ക് 64 യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 6 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ 64:6 ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പിരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യം ഞങ്ങളെ കാറ്റ് പോലെ പറപ്പിച്ചു കളയുന്നു. നമ്മുടെ നീതീകരണമല്ല, ഇമ്പ്യൂട്ടഡ്. ഈ ഇമ്പ്യൂട്ടേഷൻ എപ്പോഴാണ് ലഭിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മളെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ആ റൈച്ചസ്നെസ് നമ്മളിലേക്ക് ഇമ്പ്യൂട്ടഡ് ആയി എന്നുള്ള കാര്യമാണ് നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്താൽ നമ്മളത് സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ, അതാണ് ഹല്ലേലൂയ റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റോമാലേഖനത്തിൽ പൗലോസ് വളരെ ശക്തമായിട്ട് യഹൂദന്മാരെ കുറിച്ച് പറയുന്ന വാക്യം നമ്മൾ 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ 1 തൊട്ട് വായിക്കുമ്പോൾ, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയാകുന്നു. അന്നേരം പൗലോസിന് വളരെ വാഞ്ചയുണ്ടായിരുന്നു ഈ യഹൂദന്മാരൊക്കെ രക്ഷിക്കപ്പെടണം. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. എന്നാൽ ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് എങ്ങനെയാണ് ലഭിക്കുന്നത്? വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്തിൽ കൂടെ ഒരു റൈച്ചസ്നെസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സ്വായത്തമാക്കുവാൻ സാധിക്കാതിരുന്നപ്പോൾ ഹല്ലേലൂയ അവർ വീണ്ടും വീണ്ടും ഹല്ലേലൂയ അവരുടെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എന്നാൽ വചനം പറയുന്നു ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. നമുക്ക് ഹല്ലേലൂയ എന്തെങ്കിലും ശക്തിപ്പെടുവാനുണ്ടെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട് 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമ്മുടെ സ്വന്തം നീതി സ്ഥാപിച്ചാൽ നമ്മൾ നീതീകരിക്കപ്പെടത്തില്ല, അതെല്ലാം കറ പുരണ്ട തുണി പോലെ ആകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഹല്ലേലൂയ എന്താ ചെയ്യാൻ കഴിയുന്നത്? സാംസ് സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കുന്നുണ്ട്. ചാപ്റ്റർ 1 ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിര് പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നമുക്ക് ഒറ്റ ഒരു വഴിയുള്ളൂ ദൈവത്തെങ്കിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം. അത് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമ്പോൾ നമ്മളിൽ ആ ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് കടന്നു വരികയും നമ്മുടെ വിശ്വാസത്താൽ ദൈവവചനത്തോട് ചേർന്ന് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അടുത്ത ഘടകത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നു. ഫെയ്ത്ത്. വിശ്വാസത്താൽ ഹാനോക്ക് ഹല്ലേലൂയ മരണം കാണാതെ എടുക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 11:5 ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അന്നേരം ഈ അടുത്ത ഹല്ലേലൂയ എലമെൻ്റ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. ഒന്ന് റൈച്ചസ്നെസ്, അത് ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുകയാണ്. നമുക്ക് ആ ഫെയ്ത്ത് ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടത് ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ വിശ്വസിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. നമുക്ക് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അന്നേരം ആദ്യത്തെ ഘടകം എന്ന് പറയുന്ന റൈച്ചസ്നെസ്, രണ്ടാമത്തേത് ഫെയ്ത്ത്, ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ്, കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അല്ലെ ആ വിശ്വസിച്ച് നമുക്ക് ലഭിക്കുന്ന റൈച്ചസ്നെസ്. അല്ലെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ എലമെന്റ് അപ്രൈറ്റ്നസ്. ഹെനോക്ക് ഹല്ലേലൂയ ഹി വാസ് ഗവേൺഡ് ബൈ ഹൈ മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് adhered to all the virtues of a true believer. നമ്മൾ ഹല്ലേലൂയ ഈ ഹെനോക്കിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ അപ്രൈറ്റ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായി എന്ന് നമുക്ക് ഇതിനെ കാണാൻ ഈ ഹെനോക്കിനെ കുറിച്ച് കാണാൻ സാധിക്കും. നമുക്ക് അറിയാം സാംസിൽ ഹല്ലേലൂയ ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ, നമുക്ക് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിലല്ലാതെ ആശ്രയിക്കാൻ വഴിയില്ല. ആശ്രയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭാഗ്യ പദവിയാണ് അതുമൂലം ഉണ്ടാകുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. സുവിശേഷങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ജോൺ ചാപ്റ്റർ 10:10 ഹല്ലേലൂയ, അതായത് യോഹന്നാന്റെ സുവിശേഷം 10:10 മൂട്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് സമൃദ്ധി ജീവിതത്തിൻ്റെ മേഖലകളിൽ ലഭ്യമാകണമെങ്കിൽ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ഹൈ മോറൽ പ്രിൻസിപ്പിൾസിൽ ഹല്ലേലൂയ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശക്തരാക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അടുത്ത ഘടകം എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റി. ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഈഗോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഹ്യൂമിലിറ്റി എന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നത്, ഹമ്പിൾ എന്ന് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, നമുക്കറിയാം ഈ യോഹന്നാൻ സ്നാപകന് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് കടന്നു വന്നിട്ട് ജോൺ ചാപ്റ്റർ 3:28, 29, 30 ഒക്കെ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:28, 29, 30 ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. ഹല്ലേലൂയ, അവൻ വളരണം, ഞാനോ കുറയണം എന്നുത്തരം പറഞ്ഞു. അന്നേരം ഇതാണ് ഒരു ഹമ്പിൾ, ട്രൂ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഹമ്പിൾ നേച്ചർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ വെൻ യു വാക്ക് വിത്ത് ഗോഡ്, ദി ഐ എന്ന് പറയുന്ന ഈഗോ will diminish to its proper limits, and then the word of Paul will be understood. Hallelujah. ഗലേഷ്യ ലേഖനത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട് 6:3. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. അതിൻ്റെ ഹമ്പിൾനെസ്സിൻ്റെ ഓപ്പോസിറ്റാ. താൻ അല്പനായിരിക്കെ മഹാൻ ആകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു എന്ന് കാണുകയാണ്. വീണ്ടും അടുത്ത എലമെൻറ്റിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചത് ഹല്ലേലൂയ 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ, ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചു ഹല്ലേലൂയ റൈച്ചസ്നെസ്, ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ളത്. 2 ഫെയ്ത്ത് ആണ്, ഫെയ്ത്ത് വാക്കലാണ്. നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത് ഫെയ്ത്ത് വാക്കാണ്. അപ്രൈറ്റ്നെസ് ആണ്, നമ്മൾ വചനവും അതും ഇതൊക്കെ പറയുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അപ്രൈറ്റ്നെസ് ഉണ്ടാകണം. അതുമാത്രമല്ല, നമ്മൾ ഹമ്പിളായിരിക്കണം. നമ്മൾ ഹല്ലേലൂയ എന്ത് പറഞ്ഞാലും ദൈവത്തെ ഉയർത്തുന്നവരായിരിക്കണം, നമ്മൾ കുറയുന്നവരായിരിക്കണം. അടുത്തത് കമ്മിറ്റ്മെൻറ്റ്. ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഈസ് what we need to walk with God. This means that the whole person, spirit, soul and body is placed നമ്മളെ തന്നെ ഹല്ലേലൂയ ഫിഗറേറ്റീവ്ലി ഓൺ ദി ഓൾട്ടർ ഓഫ് ഗോഡ് ആസ് എ കംപ്ലീറ്റ് ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ബൈ ഫയർ. ആ സാക്രിഫൈസ് ആയിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മൾ പ്രസാദിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്താണ് അതിൻ്റെ അർത്ഥം? ദ ഹോൾ പേഴ്സൺ, അതായത് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി ഈസ് പ്ലേസ്ഡ് ഫിഗറേറ്റീവ്ലി. നമ്മളെ ഹല്ലേലൂയ അക്ഷരാർത്ഥത്തിലല്ലെങ്കിലും നമ്മളെ തന്നെ ഫിഗറേറ്റീവ്ലി ആ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ ആ നമുക്കറിയാം ബലിപീഠത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോഴാണ് ദൈവം നമ്മളെ പ്രസാദിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 12. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്
നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോഴാണ് നമ്മൾക്ക് അതിൽ നന്മ, പ്രസാദം, ഹല്ലേലൂയ, പൂർണ്ണത ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് നമ്മൾ മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുന്നവർ ആയിരിക്കണം എന്ന് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, സാംസിലൊക്കെ വായിക്കുമ്പോൾ 37 യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ഇത് മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉടനെ മറുപടി കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ ദൈവവചനം പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. നമ്മുടെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയ, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും, നിശ്ചയമായിട്ട് നിർവഹിക്കും. അതിൽ നമുക്ക് ഹല്ലേലൂയ ഈ ധൈര്യത്തോടെ ഹല്ലേലൂയ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നമുക്ക് ക്ഷമയോടെ ദൈവസന്നിധിയിൽ ദൈവിക വാഗ്ദത്തങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതുപോലെ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കാം. ഹല്ലേലൂയ. അതിന് നടക്കേണ്ടതിന് 5 ഘടകങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. റൈച്ചസ്നെസ്, ഫെയ്ത്ത്, ഹല്ലേലൂയ, അപ്രൈറ്റ്നസ്, ഹല്ലേലൂയ, ഹ്യൂമിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം.